അയലൂർ SM ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവം കെ ബാബു MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവാണ് ഉണ്ടായത്. 10,000-കണക്കിന് പേരുടെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരുടെ എണ്ണത്തിലും വളരെ കുറവാണ് ഉണ്ടായത്. ഞാൻ എല്ലാവർക്കും സമ്മാനം കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വനം വകുപ്പ് മന്ത്രി, വനം വകുപ്പല്ല, വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. മനസ്സിലായില്ല? ആ മന്ത്രി ഇപ്പതേ വന്നുകൊണ്ടിരിക്കുകയാണ്, ആലത്തൂർ എത്തിയിട്ടുണ്ട്. അത് എനിക്കും അടുത്ത പരിപാടി നെന്മാറയിലാണ്, അതുകൊണ്ട് പോകണം എന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം നിങ്ങളെ കാണുക, നിങ്ങളോട് സംസാരിക്കുക, 4 കയ്യടി വാങ്ങുക, അപ്പുറേ നിന്ന് ഒരു 2 വിസിലടി കേൾക്കുക, ഒന്ന് കൂകി വിളിക്കുക, അതൊക്കെ കേട്ടിട്ട് വേണം എനിക്കാണെങ്കിൽ പോകാൻ. പക്ഷെ അതിന് പറ്റിയൊരു സമയം ഇപ്പോഴില്ലാത്തത് കൊണ്ട് വളരെ സന്തോഷപൂർവ്വം നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളും അതിലൊക്കെ എല്ലാവിധത്തിലുള്ള സഹായവും സപ്പോർട്ടും ചെയ്യുന്ന PTA കമ്മിറ്റിയും അതിനോടൊപ്പം നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും ജനപ്രതിനിധികളും ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഈ വിജയം അയലൂർ സ്കൂളിൽ ആവർത്തിക്കാൻ കഴിയും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. സ്കൂളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെ വിജയോത്സവ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കൂടാതെ ത്രോബോൾ, ലോൺ ടെന്നീസ് എന്നീ ഇനങ്ങളിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെ അനുമോദിച്ചു. NMMS കിട്ടിയ 2 വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിൽ അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ KD ലൂക്കോസ്, HM KC അജിത്കുമാരി, പഞ്ചായത്ത് മെമ്പർ വത്സല ശിവദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് SM ഷാജഹാൻ, PTA വൈസ് പ്രസിഡന്റ് CP വിനോദ്, C. അജിത, T. രാജേഷ് എന്നിവർ പ്രസംഗിച്ചു.